ഈ കഴപ്പ് മൂത്ത് കഴിഞ്ഞാലേ ഒരു സ്പർശന സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങ് നിന്ന് കൊടുക്കുക, ഒന്ന് ഒന്ന് എൻ്റെ സാമാനത്ത് തൊട് എന്നും പറഞ്ഞിട്ട് കുറേയൊക്കെ നിന്ന് നോക്കി. നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, തൊടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തൊടുന്നില്ല. ആളുടെ ജോലിയിലെ സ്ട്രെസ്സോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ അയാളുടെ ജീവിത പ്രാരാബ്ദങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കും. അയാൾ എങ്ങനെ അറിയുന്ന പോലുമില്ല, അയാൾ തൊടുന്നുമില്ല. അവസാനം ഇയാൾ തൊടുന്നില്ല എന്ന് കണ്ട സമയത്തെ ഇയാൾ ബസ് ഇറങ്ങാൻ നേരത്ത് കുറച്ചുകൂടെ അടുത്തോട്ട് എന്നാ ഞാൻ അവിടെ വെച്ച് തന്നിട്ടുണ്ട്, നീ തൊട് ഒന്ന് ബാക്കോട്ട്. അല്ലെങ്കിൽ അയാൾ ഫോൺ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എന്താ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുക്കുക, എന്തോ നോക്കുകയാണ്, ബസ് എടുത്ത് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ എടുത്ത് പോയിട്ട് ടച്ച് ചെയ്തില്ലേ എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ക്യാമറ ഒരു തിരിച്ചില്ല. എന്നിട്ട് നേരെ നിങ്ങളുടെ മുമ്പിലോട്ടെ സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ തീരുമാനിക്കുക ഇതിലെന്താണ് ഇയാളുടെ സോഷ്യോ സൈക്കോ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകൊടുക്കുക. ഇത് കണ്ട് മനന്നൊന്ത് ആ ആള് തൂങ്ങി മരിച്ചു. നാളെ ജീവനോടല്ല, പലരും കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയും ഈ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും ഒക്കെ പലരും കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും അവൾ വന്നിട്ട് ഒരു സ്റ്റാറ്റസ് വീണ്ടും ഇതിനങ്ങ് ന്യായീകരിച്ച് മെഴുകി തൂറിക്കൊണ്ട് അവൾ വന്നിട്ടിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞിട്ട്. ഇതിൽ നല്ല നീയൊക്കെ ഉണ്ടല്ലോ തൂങ്ങിയടിച്ചെത്താള. ഞാൻ സാമൂഹ്യ പ്രവർത്തകയാണ്, എന്താ പറയുക, ഒരു വാർഡ് മെമ്പർ എന്തോ ഒന്നാണ്. ഇതിലും ഭേദമുണ്ടല്ലോ, നീയൊക്കെ വാർഡിൽ നിൽക്കണേക്കാൾ നല്ലത്, നീയൊക്കെ ഭൂമിയിൽ നിൽക്കുന്നേക്കാൾ നല്ലത് നീയൊക്കെ തൂങ്ങി ചത്ത് കളയുന്ന നല്ലത്. അതായത് നിന്നെക്കൊണ്ട് നിന്റെ കഴപ്പ് കാരണം നിന്നെക്കൊണ്ട് അയാളുടെ മേലെ അല്ലെങ്കിൽ അയാളുടെ കൈ കൊണ്ട് നിന്റെ സാമാനത്തിൽ തൊടിയിക്കാൻ പറ്റാത്തതിൻ്റെ കുത്തിക്കഴപ്പ്, നീ എടുത്ത വീഡിയോ എടുത്തതിൻ്റെ കുത്തിക്കഴപ്പ് നീ അത് പോസ്റ്റ് ചെയ്തിട്ട് നീ തീർത്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് പോയത്. ഇത് മാത്രമല്ല, ആള് അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോനാണ്, വേറെ ആരും ആ വീട്ടിലില്ല. നീ പോയി നോക്കൂ, അല്ല നീ പോയി നോക്കിയിട്ട് കാര്യം, നീയൊക്കെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ അതിലും ഭേദം വേറെ വല്ല പണിക്കും പോകുന്നു. അതായത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എവിടെയെങ്കിലും തോന്നിയോ അയാൾ ഈ പറഞ്ഞ സാധനം തൊടാൻ വേണ്ടി നടക്കുന്ന ആളാണ്? അവള് ക്യാമറ വെച്ച് നോക്കി, അവസാനം ക്യാമറ വെച്ചിട്ട് അയാൾ കിട്ടണില്ല. ഇവൻ വേറെന്തോ കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അവസാനം പിന്നെ ഇറങ്ങാൻ നേരത്ത് സാധാരണ ഒരാളെ ഇറങ്ങുമ്പോൾ നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് നിൽക്കുക അല്ലേ, അതിന് പകരം തിരിഞ്ഞ് നിന്ന് കൊടുത്തുക. ഇപ്പോൾ ഞാൻ അങ്ങനെ ബസ് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ സൈഡ് ഇങ്ങനെ വെച്ചെടുത്തുക, തൊട്ടോ എന്നും പറഞ്ഞിട്ട്. ഇതിനും ഭേദം നിന്നൊക്കെ ഉണ്ടല്ലോ, നീയൊക്കെ ഏത് നാട്ടുകാരിയാണെങ്കിലും വേണ്ടില്ല, ഏത് കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിലും വേണ്ടില്ല, നിന്നെ പോലത്തെ ആൾക്കാർ ഈ ഭൂമിയിൽ ഇല്ലാണ്ടിരിക്കണം ഏറ്റവും ബെസ്റ്റ്. അത് ആണുങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ ആർക്കും അതായിരിക്കും ബെസ്റ്റ്. എന്നിട്ട് ഇവളുടെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അന്ന് കേട്ടു നിങ്ങൾക്ക്. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ഇൻ സെക്ഷൽ ബൗണ്ടറി വയലേഷനോ? ChatGPT പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ജെമിനി പറഞ്ഞതായിരിക്കും. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് അല്ലേ, ജെമിനി പറഞ്ഞതായിരിക്കും. എടി ഇവളെ പറഞ്ഞ കാര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പോലും നിനക്കറിയില്ല. അയാൾ നിന്റെ മേൽ തൊട്ടിട്ടില്ല, നീ പറഞ്ഞതിൽ എവിടെ നിന്നെ തൊടാൻ ശ്രമിച്ചു, തൊട്ടിട്ടില്ല. അവൾ പച്ചക്ക് വീഡിയോ എടുത്ത് തൊട്ടിട്ടില്ല. എന്നിട്ട് അവളുടെ ഒടുക്കത്തെ ഇംഗ്ലീഷിൽ നല്ല ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇതിലങ്ങ് വീണു പോകുന്നു. വിരിച്ചു നീ എന്ത് ചെറ്റ വർത്താനൊക്കെ നീ വന്ന് ചെലച്ചോണ്ടിരിക്കുന്നത്? കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേർത്ത വിചാരല്ലേ, അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അതുകൊണ്ടായിരിക്കും അയാൾ തൂങ്ങി അങ്ങ് മരിച്ചത് അല്ലേ. ആരും എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ തന്നെ എന്നെ സ്വയം ചെയ്ത് കളയാൻ തൂങ്ങി മരിച്ചു. എമ്പതി ഇല്ല. നിനക്ക് എമ്പതി ഉണ്ടോ? നിനക്ക് സിമ്പതി എമ്പതി പറഞ്ഞ എന്തെങ്കിലും തേങ്ങാക്കൊല ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ ചെറ്റ പരിപാടി ചെയ്യോ? നിന്റെ മുലയിൽ തൊട്ടിട്ടില്ലെങ്കിൽ നീ അങ്ങോട്ട് പോയി തൊടിയിപ്പിച്ചിട്ട് നീ അത് വീഡിയോ എടുക്കും, എന്നിട്ട് നീ അത് ഫോട്ടോ ഇടും. ഇതിലാണെങ്കിൽ ആ പറഞ്ഞ ഒരു സാമാനത്തിലും ആരും തൊട്ടിട്ടില്ല, തൊടാൻ നോക്കിയിട്ടുമില്ല. നീ അങ്ങോട്ട് താങ്ങി നിന്നു കൊടുത്തു, എന്നിട്ടും തൊട്ടിട്ടില്ല. എന്നിട്ടാണ് അവളുടെ ഈ കൊണ വർത്താനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങ് കളഞ്ഞപ്പോഴേ നിനക്ക് സമാധാനമായി അല്ലേ? ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ഇയാളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഒരു കോമൺ സെൻസിലൊരു മനുഷ്യനെ അയാൾ ഇപ്പോൾ നീ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിക്ക് ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നീ അത് കണ്ട് നീ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വന്നത് ഒരു നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പരിസ്ഥിതി വെച്ചിട്ട് ഒരാൾ അങ്ങനെ ചെയ്യും. നിങ്ങൾ ഈ കാണുന്ന മറ്റുള്ള ആൾക്കാർ ചെയ്യും. ഇവള് വീഡിയോ എടുത്തിട്ടുണ്ട്, ഇവള് വീഡിയോ അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്,
മുമ്പ് ഇയാൾ തൊട്ടത് ഇവള് കണ്ടിട്ടുണ്ട്, വേറെ ഒരുത്തിനെ തൊട്ടത് കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവള് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തൊടാൻ ഇയാൾ എന്താണ്, അയാളുടെ അവസ്ഥയാണ് ഇപ്പൊ കണ്ടത്. ആ തൊട്ടിട്ടില്ലാത്ത അവസ്ഥ, നീ കാണിച്ച സ്ഥലത്ത് എവിടെ അയാൾ ഒരു ഇഞ്ച് പോലും നിന്നെ തൊടുന്നില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുഖം ഈ പറഞ്ഞ ഇത്രയും വൃത്തികെട്ട ഒരു സാധനം എൻ്റെ മുഖം ഈ നാട്ടിലെ ആൾക്കാരെടുത്ത് തൊട്ട് കൊടുത്തില്ല. കാരണം നിന്നെ ഒരുപാട് പേര് നിന്നെ എതിരെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഒരു 10% ആൾക്കാർ സപ്പോർട്ട് ചെയ്തവരുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിനെ പേടിച്ചിട്ട്, സമൂഹത്തിനെ പേടിച്ചിട്ട് അയാളിപ്പോൾ മരിക്കേണ്ടി വന്നത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ഇപ്പൊ മനസ്സിലായല്ലോ. പറഞ്ഞ ആ സൊസൈറ്റിയുടെ മുമ്പിലും അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിന്റെ മുമ്പിലും നിന്നെ പോലത്തെ തേർഡ് റേറ്റ് ചെറ്റകൾ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരാൾ. നീ 4 ഇംഗ്ലീഷിലെ വേർഡ് പറഞ്ഞതുകൊണ്ടോ, നീ ChatGPT അല്ലെങ്കിൽ ജെമിനിയോ നോക്കിയിട്ട് 4 ഇംഗ്ലീഷിലെ വേർഡ് കാണാതെ പഠിച്ച് നീ ഇട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ നീ പണ്ട് പഠിച്ച വല്ല സൈക്കോളജി ആണെങ്കിൽ അതിലെ തിയററ്റിക്കൽ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടല്ല ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നാളെ നിന്റെ വാപ്പേ അല്ലെങ്കിൽ നിന്റെ മക്കളോ നിന്റെ ആൺമക്കളോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവോ ഇതുപോലെ ഏതെങ്കിലും ബസ്സിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തിക്ക് ഇതുപോലെ തോന്നി അയാൾ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും നിന്റെ വീട്ടിൽ? അപ്പൊ നിനക്ക് തോന്നുന്നത്, നിനക്ക് എത്ര അതിലെ ഒരു ഇന്നസെൻസ് തോന്നിക്കഴിഞ്ഞാലും നീ പിന്നെയും അയാൾ നിന്റെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. ആ പേടി, അങ്ങനെയുള്ളൊരു പേടി കുടുംബത്തിലും നാട്ടുകാരുടെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ എന്നെപ്പറ്റി ചിന്തിക്കല്ലോ എന്നുള്ള പേടി കൊണ്ടാണ് ഇപ്പം അയാളെ ജീവിക്കുന്നത്. ഇതാണ് നോർമൽ ഹ്യൂമൻ ബീയിങ്. അയാളുടെ ഒരു നോർമൽ മനുഷ്യന്റെ ചിന്താഗതി അയാൾക്ക് ഉണ്ട് എന്നുള്ളത് അയാൾ തെളിയിച്ചു. ഇപ്പോഴും അതിനെ ന്യായീകരിക്കാമെന്ന് സംസാരിക്കുന്ന നിന്റെ സൈക്കിക് ഇഷ്യൂ ഉണ്ടല്ലോ, അതിന് മരുന്നില്ല. അതിന് നീ സ്വയം ചാവുക എന്നുള്ളത് മാത്രം. വേറെ അതിന്റെ അപ്പുറത്തോട്ടുള്ള മരുന്നും അതിനില്ല. അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഇയാളെക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. അത് തീർച്ചയായും ഇയാളെക്കാൾ ഭയങ്കരമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നിന്നെ പോലത്തെ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിന്നെ പോലത്തെ ബിഹേവിയറുള്ള സൈക്കിക് ബിഹേവിയറുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ സൊസൈറ്റി അത്തരത്തിലുള്ള സാധനങ്ങൾ അടിച്ചോടിക്കണം. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം കംപ്ലീറ്റ്ലി. എൻറ്റയർലി ഇങ്ങനത്തെ ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഈ കൂട്ടത്തിൽപ്പെട്ട എല്ലാത്തിനെയും കൂടെ ഒരു കൂട്ടത്തിൽപ്പെടുത്തി അങ്ങനെ അവിടെ കിടന്ന് നരകിപ്പിച്ച് ജീവിപ്പിക്കണം. അതാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ ചെയ്യേണ്ടത്. ഇതിനെതിരെ പലരും വന്നു, മെൻസ് കമ്മീഷൻ അത് അതൊന്നുമല്ല. ഇപ്പം ഇതേ സ്ഥാനം തിരിച്ചാണ്. ഒരാണാണ്, അയാൾക്ക് ഇങ്ങനെ വല്ലൊരു തോന്നലും വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവനെ പൊക്കിയനെ പോലീസ്. അവൻ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ കഥ തീർന്നേനെ. തിരിച്ച് ഒരു പെണ്ണിട്ടു, ഒരാണിന് ഈ ഒരു അവസ്ഥ വന്നപ്പം കുറച്ച് റിയാക്ഷൻ വീഡിയോസിൽ ആളുകൾ ഒതുക്കി, അല്ലെങ്കിൽ 1-2 ചാനലുകൾ വെറും ന്യൂസുകളായിട്ട് വന്നു. ആ ന്യൂസിൽ വരെ വന്നിട്ട് ഇവൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ആ ന്യൂസിൽ വന്നിട്ട് ഇവൾ പറയുന്നത്, അതായത് എനിക്ക് തോന്നി ഈ പറഞ്ഞ ആൾ ഏതോ ഒരു പെണ്ണിനെ തൊട്ടതായിട്ട് എനിക്ക് തോന്നി. ആ തോന്നിയപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് കൊടുത്തു, എന്നെ അയാൾ തൊടുന്നില്ല. എന്നിട്ടും ഞാൻ അടുത്തടുത്തോട്ട് പോയി നിന്ന് കൊടുത്തു, എന്നിട്ടും അയാൾ തൊടുന്നില്ല. അവസാനം അയാൾ തൊട്ടു. ആ വീഡിയോ നമ്മുടെ മുമ്പിലില്ല. അതുവരെയുള്ള വീഡിയോയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി പേടിച്ചിട്ട്. ആ വീഡിയോ ഇല്ല. അതൊക്കെ പിന്നെയുള്ള അവളുടെ സ്റ്റോറീസാണ്. എനിക്ക് തോന്നുന്നു ഇവളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവളുടെ ഫാമിലി അല്ലെങ്കിൽ ഇവളുടെ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഇവക്ക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇവക്ക് ഈ ഒരു സുഖം കിട്ടുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പം ഇവൾ ആ സുഖത്തിന് വേണ്ടി ചെയ്ത കാര്യം, അല്ലെങ്കിൽ ഇവളുടെ കുടുംബത്തിൽ നിന്ന് ഇനിയിപ്പോൾ ആരാണോ അറിയില്ല, അങ്ങനെ ആരെങ്കിലും ഇവളെ പിടിച്ച് ചെയ്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കാരണം ഇവൾ ഇതുപോലത്തെ ഒരു സാധനം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഇവൾ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഇവളുടെ സാമാനത്തിൻ്റെ അടുത്ത് വന്ന കൈ ഈ പാവം മനുഷ്യൻ്റെ ആയിരിക്കും. അതുകൊണ്ട് ഇവളത് എടുത്തു, ഇവളത് വീഡിയോ ഇട്ടു. എന്നിട്ട് ഇവൾ ന്യായീകരിക്കുന്നുണ്ട്. ഇവൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല, ഇവൾ ഇത്രയും അങ്ങോട്ട് സൈക്കോ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഇത് സൊസൈറ്റിയിലെ ഒരു അവസ്ഥയാണെന്ന് കണ്ടിട്ട് ഇവർക്ക് വല്ലാത്തൊരു തുടിപ്പുണ്ടായിരുന്നെങ്കിൽ ഇവൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പരാതി കൊടുക്കണമായിരുന്നു.
അല്ലേ? ഇത്ര അങ്ങോട്ട് ഒരു സോഷ്യൽ ഒരു ഭയങ്കരമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ ഒരു പരാതി നീ കൊടുക്കണമായിരുന്നു. അതൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ അറിയുന്ന ഒരു പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസുകാർ നീ അങ്ങ് വിളിച്ച് പറയുമ്പോഴേക്കും കേസെടുക്കാൻ നീ മറ്റതൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, ഒരുത്തനെ കൊന്നു. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ കൊന്നു. ഒരുത്തിയുടെ കഴപ്പ് മൂത്ത് അവളുടെ സാമാനത്തിൽ തൊടാൻ ഒരുത്തൻ നിന്ന് കൊടുത്തിട്ടും അവൻ തൊടുന്നില്ല എന്ന് കണ്ടപ്പം അതിലെ ഫ്രസ്ട്രേഷൻ കാരണം അത് വീഡിയോ ആക്കി എടുത്തിട്ടു. അത് കണ്ടെങ്കിലും അവൻ്റെ മനസ്സ് തകർന്നിട്ട് അവൻ ചാവട്ടെ എന്ന് വിചാരിച്ചു. അവൻ ചത്ത് കഴിഞ്ഞപ്പം നിനക്കൊരു സമാധാനം കിട്ടി. അതാണ് ഇവിടെ സിമ്പിളായിട്ട് നമ്മളൊക്കെ കാണുന്നൊരു സാധനം. കഷ്ടം, പോയി തൂങ്ങി ചാവടി. എന്റെ സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവ് ആണ്. ഒരു അയ്യവാവൻ മനുഷ്യനാണ് പുള്ളി. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ ഇപ്പൊ അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്തിട്ടാണ് ഫാനിൽ ഹാങ് ചെയ്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില്. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണ, നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തുനിന്ന് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയൻ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ഒരു സംഗതികളിലേക്കും വരാത്ത, കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപേക്ഷമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുതെന്ന്. അത് റിക്വസ്റ്റാണ്. കൂടുതലൊന്നും പറയില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതേ ഉള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറൊരു ആളുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ആ കുട്ടി അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത ആ കാര്യത്തിൽ നഷ്ടപ്പെട്ട എനിക്ക് അടക്കമുള്ളവർക്ക് നഷ്ടപ്പെട്ട് അവന് ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദീപക് കണ്ണൂരിൽ പോയിരുന്നു. അതായത് ദീപക് ഇവിടുത്തെ ഒരു വസ്ത്ര വ്യാപാരശാലയുടെ ഒരു സെയിൽസ് മാനേജറാണ്. അതിന്റെ സെയിൽസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെ പോയ സമയത്ത് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുകയും ആ വീഡിയോ പല സ്ഥലങ്ങളിലേക്ക് എത്തുകയും അത് ഷെയർ ചെയ്യുകയും അത് പലരും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ദീപക് ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. വലിയ വിഷമത്തിലായിരുന്നു ദീപക് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി പോലും ഇതുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ പ്രചരിക്കപ്പെടുകയും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ദീപക് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയിലടക്കം വിളിച്ച സുഹൃത്തുക്കളോടക്കം ഈ കാര്യങ്ങളെക്കുറിച്ച് ദീപക് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഏതായാലും ഈ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതായാലും ഗൗരവമായിട്ടുള്ള ആരോപണം കുടുംബം ഉയർത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ആളല്ല ദീപക്. ദീപകുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാതികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും തന്നെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ദീപകിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ഒപ്പം ദീപക് കഴിഞ്ഞ 7 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ അടക്കമുള്ള ആളുകളും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ദീപക് നിരപരാധിയായിരുന്നു. പക്ഷേ ഇതുമൂലം ഉണ്ടായിട്ടുള്ള, അതായത് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത് മൂലം ഉണ്ടായിട്ടുള്ള മനോവിഷമത്തിലായിരുന്നു ദീപക് കഴിഞ്ഞ 2 ദിവസമായി. അത് തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏതായാലും ദീപകിന്റെ കുടുംബവും അതുപോലെ സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യം. ഈ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്.